നമസ്കാരം. തെളിവ് കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ച ഭരണകർത്താക്കളുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും മുമ്പിലേക്ക് തെളിവുകൾ നിരത്തി കണക്കുകൾ അക്കമിട്ട് പറഞ്ഞ് ഒരു മനുഷ്യൻ അങ്ങനെ അജയ്യനായി നിൽക്കുകയാണ്. ആധുനിക ഇന്ത്യയിൽ ഇത്രയും മനോഹരമായ മോഡേൺ ആയ ഒരു പത്രസമ്മേളനം ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. ഒരു സൂചി നിലത്ത് വീണാൽ കേൾക്കുന്ന അത്ര നിശബ്ദതയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ. ഒരു മറുചോദ്യം ചോദിക്കാൻ പോലും അവർ എഴുന്നേറ്റില്ല എന്നതാണ് തമാശ. ഗോത്ര കലാപത്തിന്റെ ആത്മാവ് നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ വിയർത്ത് വെള്ളം കുടിച്ച് വാക്കൌട്ട് നടത്തിയ ഒരു ഭരണാധികാരിയുടെ പത്രസമ്മേളനമായിരുന്നില്ല അത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കണ്ണിൽ നോക്കി കൃത്യമായി മറുപടി പറയുന്ന ഒരു നേതാവിന്റെ പത്രസമ്മേളനമായിരുന്നു അത്. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് ഒരു പത്രസമ്മേളനം നടത്തേണ്ടത് എന്ന് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് കാണിച്ചു കൊടുത്തു. സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ ജാഗ്രത കൂടിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ രാജ്യത്തിന് കാണിച്ചു തന്നത്. ഭരണകൂട താല്പര്യത്തിനനുസരിച്ച് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് നോക്കി ജാഗ്രതയോടെ നിൽക്കുന്നതിന് ഈ രാജ്യം രാഹുൽ ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ടെന്ന് പല ആവർത്തി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡിജിറ്റൽ തെളിവുകൾ ചോദിച്ചു, കൊടുത്തില്ല. CCTV ദൃശ്യങ്ങൾ ചോദിച്ചു, കൊടുത്തില്ല. എന്നിട്ട് തെളിവ് കൊണ്ടുവരൂ എന്ന് മോദിയും പരിവാരങ്ങളും ജനാധിപത്യ സ്ഥാപനങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിസഭയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും വരെ മാറി. അവസാനം അയാൾ തെളിവ് കൊണ്ടുവന്നു. കൃത്യമായ കണക്കുകൾ, ചിത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ സ്വന്തം ഡാറ്റകൾ. നോക്കൂ, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ്. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലത്തിലും വോട്ടെണ്ണി വരുമ്പോൾ 80,000-ൽ പരം ലീഡ് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിലെത്തിയപ്പോൾ 1,14,046 വോട്ടിന്റെ ലീഡ് പെട്ടെന്ന് BJPക്ക്. ഈ ലീഡിലാണ് BJP അവിടെ വിജയിക്കുന്നത്. എങ്ങനെ? വോട്ടിംഗ് സമയം തീരാറായി. ബൂത്തുകൾ പൊതുവെ കാലിയായ 5 മണി സമയത്ത് 1,00,000-ലധികം പേർ വോട്ട് ചെയ്തതായി കണക്കുകൾ കണ്ടു. ഇരട്ട വോട്ടർമാർ 10,452. വ്യക്തമല്ലാത്ത ഫോട്ടോയുള്ള വോട്ടർമാർ 4,012. 18 വയസ്സ് കഴിഞ്ഞ പുതിയ വോട്ടർമാരെ ചേർക്കേണ്ട ഫോമിൽ 70 വയസ്സ് കഴിഞ്ഞ 33,692 വോട്ടർമാർ. വ്യാജവിലാസങ്ങൾ. ഒരാൾക്ക് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട്. അച്ഛന്റെ സ്ഥാനത്ത് ABCD, വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് 0. ഒരു ബ്രൂവറിയുടെ വിലാസത്തിൽ മാത്രം 68 വോട്ടുകൾ. ഇതൊന്നും രാഹുൽ ഗാന്ധി വാട്സപ്പ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കണക്കല്ല കേട്ടോ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വന്തം കണക്കാണ്. ഒരു രാഷ്ട്രീയ പഠിതാവിന്, ഒരു മാധ്യമ പ്രവർത്തകന് എല്ലാ കാലത്തേക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു പത്രസമ്മേളനമായിരുന്നു രാഹുലിന്റേത്. ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരാൾ നിർവഹിക്കേണ്ടത്? ഇതുപോലെ വിൽ പവറുള്ള ഒരു പൊളിറ്റീഷ്യനെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ കഴിയുമോ? ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ചങ്കുറപ്പുണ്ട് ഇയാൾക്ക്. ലോകം ഇന്ത്യൻ ജനാധിപത്യം ശക്തമാണ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ കാഴ്ചപ്പാടുകൾ കണ്ടാണ്. അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോൾ മതവും കപട ദേശീയതയും പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് രാജ്യദ്രോഹ പട്ടം ചാർത്തി കൊടുക്കുന്നവരുടെ കാഴ്ചയില്ലാത്ത കാഴ്ചപ്പാടുകളല്ല. അതുകൊണ്ട് അല്ലയോ രാജ്യത്തെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് ഈ മനുഷ്യനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ സൈന്യത്തെ ഉപയോഗിക്കരുത് എന്ന് പറയാൻ രാഹുൽ മാത്രമേ ഈ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. അയാളുടെ ചോദ്യങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് മതം ഉപയോഗിക്കുന്നതും അയാളുടെ ജീൻ തപ്പിപ്പോകുന്നതും ദേശീയതയെ കൂട്ടിക്കെട്ടുന്നതും പാകിസ്ഥാനി എന്ന് വിളിക്കുന്നതും നമ്മളെ തമ്മിൽ തല്ലിക്കുന്നതും വിഷയങ്ങളെ മാറ്റിവിടുന്നതുമെല്ലാം. പ്രതിപക്ഷം എന്ത് ചോദ്യം ചോദിച്ചാലും ഈ രാജ്യത്തിന്റെ അടിത്തറയിട്ട നെഹ്റു എന്ന മഹാനുഭാവനിലേക്ക് എത്തിച്ച് രാജ്യത്തെ ഇല്ലാതാക്കിയത് നെഹ്റുവാണെന്ന് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് മോദി എന്ന ഭരണാധികാരി രാജ്യത്തിന് നൽകേണ്ടത്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തവർ സന്യസിക്കാൻ പോകട്ടെ എന്നേ. എന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ ഭരിക്കാൻ ശേഷിയുള്ളവരെ അവിടെ പിടിച്ചിരുത്താം നമുക്ക്. സ്വന്തം ജനതയെ പറ്റിക്കാത്തവർ ആയിരിക്കണം ഇന്ത്യ ഭരിക്കേണ്ടത്. ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി സ്വന്തം ജനത്തെയും പട്ടാളത്തെയും കൊന്നുകളയുന്നവർ ആയിരിക്കരുത് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയുടെ മണ്ടക്കിട്ടടിക്കുന്ന വിദേശ രാജ്യങ്ങളോട് ഇരിക്കട അവിടെ എന്ന് പറയാൻ ധൈര്യമുള്ളവരാണ് രാജ്യം ഭരിക്കേണ്ടത്. ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ശക്തി കണ്ട് അമേരിക്ക പോലും വിറച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഒരു വിളിപ്പുറത്ത് ഇന്ത്യയെ കിട്ടും എന്ന ധാർഷ്ട്യം കാണിക്കുന്ന അമേരിക്കൻ ഭരണാധികാരിയുടെ മുമ്പിൽ കുനിഞ്ഞു കൊടുക്കേണ്ട ഗതികേട് ഇന്ന് രാജ്യത്തിന് വന്നിരിക്കുകയാണ്. രാജ്യത്തെ പൗരന്മാർ, നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് രാഹുൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അയാൾക്ക് ശബ്ദം കൊടുക്കുക എന്ന കടമയാണ് ഈ രാജ്യത്തെ യഥാർത്ഥ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, യുവാക്കൾ നടത്തേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം കൊടുക്കാൻ ഈ രാജ്യത്തെ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം.
ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കുന്നത് BJP ആണ്. നാളെ അത് കോൺഗ്രസ് ചെയ്താലും ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ രാജ്യസ്നേഹികൾ മുന്നോട്ട് വരണം. ജയ് ഹിന്ദ്.